അപ്പം ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാനിൽ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് മൂപ്പിക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് മൂവാണ്ടൻ മാങ്ങയാണ്. അത് തൊലി എത്തിയതിന് ശേഷം അരിഞ്ഞ് ഉപ്പും അതേപോലെ തന്നെ അച്ചാർ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കായപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവപ്പൊടിയോ ഒന്നും ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കാത്തത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഞാനിങ്ങനെ പുരട്ടി വെച്ചിരുന്നതാണ്. പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മാങ്ങ അരിഞ്ഞു വെച്ചിരുന്ന ആ പാത്രത്തിൽ കുറച്ച് അരപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആ വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മധുരം വേണമെന്നുള്ളവർക്ക്, മധുരമുള്ള അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അത് ഒരു ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൂടി സെലക്ട് ചെയ്യുക. താങ്ക്